Hi all, welcome to AV Vlogs. Please watch, like and subscribe our channel. Today we are going to discuss about the chapter Forest and Wildlife of India. Welcome to our channel once again. Thank you. Forest and Wildlife of India. Third chapter another. എന്താണെന്ന് നോക്കാം. What is a forest? A forest is a large area covered by trees which is home to many wild animals. Forests are an important source of renewable resources. ഫോറസ്റ്റ് എന്ന് പറയുന്നത് കുറേ ട്രീകൾ കൂടിയിട്ടുള്ള ഒരു വൈഡ് ഏരിയ എന്ന് പറയുന്നതാണ് ഫോറസ്റ്റ്. അവിടെ ഒരുപാട് ട്രീകളുണ്ടാവും, ഒരുപാട് എനിമൽസ് ഉണ്ടാവും, പല ജീവജാലങ്ങളുണ്ടാവും. അവർക്കൊക്കെ ഉള്ളൊരു വീടാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കുറേ കൂട്ടം മൃഗങ്ങൾ, പക്ഷികൾ, മറ്റ് ജന്തുക്കളൊക്കെ ഈ ഫോറസ്റ്റിനകത്ത് കാണും. ഫോറസ്റ്റ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. അവിടെ അത് റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണത്. പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ട്രീസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. സാധാരണ നമുക്ക് ഓക്സിജൻ കിട്ടുന്ന ഇവിടുന്ന് പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. തിരിച്ച് നമ്മൾ ഓക്സിജൻ എടുക്കും, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും, അത് പ്ലാന്റ്സ് എടുക്കും. ഇതാണ് അതിൻ്റെ ഒരു സൈക്കിള്. ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ് കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുക എന്നുള്ളത്. ട്രീസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പഠിച്ച് നമ്മൾ പല ഈ മഴയ്ക്ക് ലഭിക്കുന്ന സമയത്ത് പല പ്രദേശങ്ങളും മണ്ണൊലിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ ട്രീസ് നന്നായിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഈ മണ്ണൊലിപ്പ് ഒരു പരിധി വരെ അവർ കൺട്രോൾ ചെയ്യും. Forests provide food and shelter to wild animals. Trees give us products such as gum, wood, medicine, fuel, furniture, paper and clothing. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പല വൈൽഡ് അനിമൽസിനും ഉള്ള ഒരു ഷെൽട്ടറാണ്. ഈ വൈൽഡ് അനിമൽസൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ ഒരുപാട് ട്രീസ് ഉണ്ടാവും. ഈ ട്രീസിൽ നിന്നാണ് നമ്മൾ പല പ്രൊഡക്ട്സും ഉൽപ്പാദിപ്പിക്കുന്നത്. ലൈക്ക് ഗമ്മ്, വുഡ്, പല ടൈപ്പ് മെഡിസിൻ, ഫ്യൂവല്, ഫർണിച്ചർ, പേപ്പർ, ക്ലോത്തിങ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഫോറസ്റ്റിൽ നിന്നാണ്. Types of forest in India. The forest of India can be divided into 5 types: tropical evergreen forest, tropical deciduous forest, mountain forest, thorn forest and tidal forest. ഇന്ത്യയിലെ ഫോറസ്റ്റിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡിസിഡസ് ഫോറസ്റ്റ്, മൗണ്ടൻ ഫോറസ്റ്റ്, തോൺ ഫോറസ്റ്റ് ആൻഡ് tidal forest. As is tropical evergreen forest. These forests have trees that shed their leaves at different times of the year and hence appears green throughout. Trees in these forests grow very tall and have a thick and woody bark. The trees grow very close to each other and the leaves at the top form a roof-like structure called canopy. ഈ ഫോറസ്റ്റിലെ ട്രീസ് സാധാരണ ഷെഡ് ചെയ്യുന്നത്, അതിൻ്റെ ലീവ്സ് ഷെഡ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ പല ടൈംസിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നല്ല ഗ്രീനായിട്ട്, പല പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്രീനായിട്ട് നിലനിൽക്കും അതിൻ്റെ ലീവ്സ്.
ഇതിലത്തെ ട്രീസ് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും, നല്ല വലുപ്പത്തിൽ ഗ്രോ ചെയ്യും, വളരെ തിക്ക് ആൻഡ് വുഡി ബാർക്കായിരിക്കും. നല്ല തിക്കായിട്ടാണ് ട്രീസൊക്കെ കാണപ്പെടുക ഈ ഫോറസ്റ്റിൽ. വളരെ അടുത്തടുത്തായിരിക്കും ഓരോ ട്രീസും വളരുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ്, ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഒരു റൂഫ് ലൈക്ക് സ്ട്രക്ചറിൽ വരും. അതിനെ പറയുന്നതാണ് കനോപ്പി. കനോപ്പീസ് ഡു നോട്ട് അലൗ മച്ച് ലൈറ്റ് ടു പാസ് ത്രൂ ദം. അതായത് കനോപ്പീസ് അധികം ലൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളൊരു കുറച്ച് ഡാർക്കായിരിക്കും. മോസ്റ്റ്ലി ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ ദ ഏരിയാസ് വേർ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട്. ഇത് സാധാരണയായിട്ട് നല്ല ഹെവി റെയിൻഫോളുള്ള ഏരിയയിലായിരിക്കും കാണുന്നത്. Evergreen forests grow well in moist and wet places and are found mainly in northeastern hills, the Andaman and Nicobar Islands, and the hill slopes of Western Ghats. Some of the common trees that grow here are mahogany, ebony, and rosewood. ഇത് സാധാരണയായിട്ട് ഒരു വെറ്റ് പ്ലേസിലാണ് ഇങ്ങനത്തെ ഫോറസ്റ്റ് കാണപ്പെടുക. ഇത് നമ്മുടെ ഇവിടെ കാണുന്നത് നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലാണ്, അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അതുപോലെ ഹിൽ സ്ലോപ്പ് ഓഫ് വെസ്റ്റേൺ ഘട്ട്, ഈ വക സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. മെയിനായിട്ട് ട്രീസ് ഇവിടെ ഉള്ളത് മഹാഗണി, എബണി ആൻഡ് റോസ്വുഡാണ്. അപ്പോൾ എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? അത് അവിടുത്തെ ട്രീസൊക്കെ വളരെ തിക്കായിട്ടായിരിക്കും വളരുക. പിന്നെ അതിൻ്റെ ലീവ്സ് ഷെഡ് ചെയ്യുന്നത് പല പ്രാവശ്യം ഷെഡ് ചെയ്യും ഒരു ഇയറിൽ. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നല്ല ഗ്രീനായിട്ട് കാണപ്പെടും. സാധാരണ നല്ല വെറ്റ് പ്ലേസിലാണ് ഉണ്ടാവുക, അതായത് നല്ല മഴ ലഭിക്കുന്ന സ്ഥലത്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുക. പിന്നെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ റൂഫ്സ് ഒരു പ്രത്യേക സ്ട്രക്ചറിൽ നമുക്ക് കാണാം. റൂഫ് ലൈക്ക് അതിൻ്റെ ലീവ്സ് ഒരു റൂഫ് ലൈക്ക് സ്ട്രക്ചറിൽ കാണാം. അതിനെ പറയുന്നതാണ് കനോപ്പി. ഇത് എവിടേക്കാണ് കാണപ്പെടുന്നത്? നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് ഹിൽ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്. ഇവിടെ കാണപ്പെടുന്ന കുറച്ച് ട്രീകൾ ഏതൊക്കെയാണ്? മഹാഗണി, എബണി ആൻഡ് റോസ്വുഡ്. Tropical deciduous forest. The trees in this forest shed their leaves once in a year in the same season. These forests grow in area that receive moderate rainfall. ഇവിടെ സാധാരണയായിട്ട് ട്രീസ് ഷെഡ് ചെയ്യുന്ന ലീവ്സ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഷെഡ് ചെയ്യത്തുള്ളൂ. എല്ലാ മുന്നേ പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ പല പ്രാവശ്യം ഷെഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര നല്ലൊരു ഫുള്ള് തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിരിക്കില്ല ഇത്. ദിസ് ഫോറസ്റ്റ് ഗ്രോ ഇൻ ഏരിയ ദാറ്റ് റിസീവ് മോഡറേറ്റ് റെയിൻഫോൾ. ഇവിടെ നമുക്കൊരു മോഡറേറ്റ് റെയിൻഫോൾ ഉണ്ടാവുള്ളൂ, വളരെ നല്ലൊരു റെയിൻഫോൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. In India, tropical deciduous forests are mainly found in foothills of Himalaya in the state of Uttarakhand and Uttar Pradesh. Such forests are also found in the state of Maharashtra, Madhya Pradesh, Karnataka, Kerala, Tamil Nadu and Odisha. Sal, teak, sandalwood, mahua, shisham and bamboo are some common trees that grow in tropical decidual forest. They are home to animals such as deer, monkeys, and birds such as parrot. Tropical deciduous forest form the largest forest cover in India. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഷെഡ് ചെയ്യുള്ളൂ. മോഡറേറ്റ് റെയിൻഫോൾ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഫോറസ്റ്റ് ഉണ്ടാവുക. ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ ഫുഡ് ഹിൽസിലെ, അതേപോലെ ഉത്തരാഖണ്ഡിൽ, ഉത്തർപ്രദേശിൽ എന്ന ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. ഇവിടെ മാത്രമല്ല, പിന്നെ നമുക്ക് കുറച്ചുകൂടി കാണപ്പെടുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട് ആൻഡ് ഒഡീഷ. ഇവിടുത്തെ ഏതൊക്കെയാണ് പ്രധാന ട്രീസ്? സാല്, ടീക്ക്, സാൻഡൽവുഡ്, മഹുവ, ശീശം ആൻഡ് ബാംബു. ഇവിടുത്തെ എനിമൽസ് ഏതൊക്കെയാണ്? ഡീർ, മങ്കീസ്, ബേർഡ്സ് സച്ച് ആസ് പാരറ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈപ്പ് ഫോറസ്റ്റ് ഏതാണ്? ട്രോപ്പിക്കൽ ഡെസിഡുവൽ ഫോറസ്റ്റ്.
mountain forest. These forests have coniferous trees such as pine, fir, spruce, and deodar. Conifers are trees and shrubs that grow in cooler areas of the world. They have fruits called cones and very thin leaves called needles, which they do not normally lose in winter. ഈ മൗണ്ടൻ ഫോറസ്റ്റിൽ സാധാരണയായിട്ട് കാണുന്നത് കോണിഫറസ് ട്രീസ് ആണ്, സച്ചസ് പൈൻ, ഫിർ, സ്പ്രൂസ്, ഡിയോഡർ പോലത്തെ ട്രീസ് ആണ് കാണുന്നത്. കോണിഫേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രീസ് ആൻഡ് ഷബ്സ് ഗ്രോയിങ് കൂളർ ഏരിയാസ്. അവർ ഈ കോണിഫേഴ്സ് സാധാരണ കൂളർ ഏരിയാസിലാണ് ഗ്രോ ചെയ്യുക. അതിൻ്റെ ഫ്രൂട്ട്സിനെ വിളിക്കുന്നതാണ് കോൺസ്. അതിൻ്റെ ലീവ്സ് വളരെ തിന്നായിരിക്കും. അതിൻ്റെ പേര് നീഡിൽസ് എന്നാണ്. വിച്ച് ദേ ഡു നോട്ട് നോർമലി ലൂസ് ഇൻ വിൻ്റർ. സാധാരണ വിൻ്ററിൽ ഈ ട്രീസ് അത് ലൂസ് ചെയ്യില്ല, ലീവ്സ് ലൂസ് ചെയ്യില്ല. Conifer forests are mainly found in the higher part of Himalayan mountain region. Paper is made from pulp of coniferous trees. Conifer forest സാധാരണ ഇന്ത്യയിൽ കാണുന്നത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് റീജിയനിലാണ്. അതിൻ്റെ നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത് ഈ കോണിഫറസ് ട്രീയുടെ പൾപ്പ് ഉപയോഗിച്ചാണ്. പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീനെ ചെറിയ ചെറിയ സോഫ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന പീസിനെയാണ് പൾപ്പ് എന്ന് പറയുന്നത്. മൗണ്ടൻ ഫോറസ്റ്റ് എന്തൊക്കെയാണ് സാധാരണ അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ട്രീസ് കോണിഫറസ് ട്രീസ് ആണ്. ഏതൊക്കെയാണ് കോണിഫറസ് ട്രീസ്? പൈന്, ഫിർ, സ്പ്രൂസ്, ഡിയോഡർ. കോണിഫറസ് ട്രീസിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഗ്രോ ഇൻ കൂളർ ഏരിയാസിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഫ്രൂട്ട്സിനെ പറയുന്നതാണ് കോൺസ്. അതിൻ്റെ ലീവ്സ് വളരെ തിന്നായിരിക്കും. എന്നതിൻ്റെ പേര് നീഡിൽസ് എന്നാണ്. വിച്ച് ദേ ഡു നോട്ട് നോർമലി ലൂസ് ഇൻ വിൻ്ററിൽ അത് ലൂസ് ചെയ്യില്ല അതിൻ്റെ ലീവ്സ്. പിന്നെ ഇന്ത്യയിൽ ഈ ട്രീസ് ഈ ഫോറസ്റ്റ് കാണപ്പെടുന്നത് ഹിമാലയൻ മൗണ്ടൻ റീജിയനിലാണ്. നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത് ഈ കോണിഫറസ് ട്രീസിൻ്റെ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ്. Next is thorn forest. These forests are mainly found in the desert regions of Rajasthan, dry parts of Haryana, and the southern part of Punjab. The trees in a thorn forest, such as babool and kikar, have sharp thorns and small leaves to prevent loss of water. The sharp thorns also keep animals away. അതായത് ഈ ഫോറസ്റ്റ് സാധാരണ കണ്ടുവരുന്നത് രാജസ്ഥാനിലാണ്. കാരണം ഒരു ഡെസേർട്ട് ഏരിയയിലുള്ള ഫോറസ്റ്റാണ് ഇത് കൂടുതലും. പിന്നെ ഡ്രൈ പാർട്സ് ഓഫ് ഹരിയാന, സദേൺ പാർട്ട് ഓഫ് പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഈ തോൺ ഫോറസ്റ്റിലെ ട്രീസ് ബബൂൾ, കിക്കർ ഇവയ്ക്ക് നല്ല ഷാർപ്പായിട്ടുള്ള തോൺസ് ആണ് ആൻഡ് ചെറിയ ലീവ്സ് ആണ് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് വാട്ടർ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ലീവ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നത് തടയും. ദ ഷാർപ്പ് തോൺസ് ആൾസോ കീപ്പ് എനിമൽസ് അവേ. ഈ ഷാർപ്പ് തോൺസ് കൊണ്ട് എനിമൽസ് അധികം അറ്റാക്ക് ചെയ്യില്ല അതിനെ. These plants grow in desert area and hence their roots spread out over a large area in order to absorb water and minerals. Various types of wild palms and cacti are also found in this forest. ഇത് ഡെസേർട്ട് ഏരിയയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട്സ് വളരെ ലെങ്തിയാണ്. കാരണം റൂട്ട്സ് ഒരുപാട് ദൂരം ചെന്നിട്ട് വേണം ഇതിന് വാട്ടറും മിനറൽസും ഒക്കെ തേടി പിടിക്കാനായിട്ട്. അങ്ങനെ റൂട്ട്സ് വഴിയാണ് വാട്ടറും മിനറൽസും ഒക്കെ ഈ പ്ലാന്റിന് കിട്ടുന്നത്. വേരിയസ് ടൈപ്പ് ഓഫ് വൈൽഡ് പാംസ് ആൻഡ് കാക്ടി. വൈൽഡ് പാംസും കാക്ടീനൊക്കെ നമുക്ക് ഈ ഫോറസ്റ്റിൽ കാണാൻ പറ്റും. Tidal forest. The forests found in deltas and in areas submerged in seawater are known as mangroves or tidal forest. These areas can grow well in both freshwater and seawater. ഈ ഫോറസ്റ്റ് സാധാരണ
ഡെൽറ്റാസിലോ അല്ലെങ്കിൽ സബ്മർജ്ഡ് സീ വാട്ടറിൻ്റെ ഒക്കെ അവിടെയാണ്, അതായത് സീയുടെ നടുവിലോ അല്ലെങ്കിൽ ഡെൽറ്റകളിലൊക്കെയാണ് ഇത് കാണുന്നത്. ഈ ടൈഡൽ ഫോറസ്റ്റിന് വേറൊരു പേരും കൂടി ഉണ്ട്, മാൻഗ്രോവ്സ്. ഇവിടുത്തെ ട്രീസ് ഫ്രഷ് വാട്ടറിലും വളരും, അതേപോലെ തന്നെ സീ വാട്ടറിലും വളരും. ഇൻ ഇന്ത്യ ടൈഡൽ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയൻ. ഇത് ഇന്ത്യയിൽ കാണുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയനിലാണ്. ദ ഫേമസ് സുന്ദരി ട്രീ, എ ഫ്യൂ ഫേൺസ്, shrubs and palms grow in this forest. Boats are made out of the wood of these trees. These forest trees are home of the Royal Bengal tiger, spotted deer, crocodiles and many more animals. ഇവിടെ നമ്മൾ കാണുന്ന ട്രീസാണ് സുന്ദരി ട്രീ, ന്യൂ ഫേൺസ്. ഫേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്, അതിൻ്റെ ലീവ്സ് വളരെ കൂടുതലായിരിക്കും, ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ അത് വളരുന്നത് വെറ്റ് ഏരിയാസിലാണ്. ആൻഡ് പാംസ് ഗ്രോ ഇൻ ദീസ് ഫോറസ്റ്റ്. ബോട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ട്രീസിൻ്റെ വുഡ് വെച്ചിട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നൊരു എനിമലാണ് റോയൽ ബംഗാൾ ടൈഗർ. പിന്നെ നമ്മൾ കാണുന്നതാണ് ഡീർ, ക്രൊക്കഡൈല്, പിന്നെ അതർ സ്പീഷീസ്. അപ്പോൾ എന്തൊക്കെയാണ് ടൈഡൽ ഫോറസ്റ്റിൽ? ഇതിന് മറ്റൊരു പേരാണ് മാൻഗ്രോവ്സ്. ഇത് സാധാരണയായിട്ട് സീ വാട്ടറിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഡെൽറ്റ റീജിയനിലേക്കാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഇത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയനിലാണുള്ളത്. ഇതിലത്തെ മെയിനായിട്ടുള്ള ട്രീസ് സുന്ദരി ട്രീ, ഫേൺസ്, ഷ്രബ്, പാംസ് എന്നിവയൊക്കെയാണ്. ഇവിടുത്തെ വുഡ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ഇവിടുത്തെ മരം ഉപയോഗിച്ചിട്ടാണ് ബോട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കാണുന്ന മെയിനായിട്ടുള്ള ഒരു എനിമൽ റോയൽ ബംഗാൾ ടൈഗറാണ്. ഇവിടെ നമ്മൾ മറ്റ് എനിമൽസ് കണ്ടിട്ടുള്ളത് ഡീർ, ക്രൊക്കഡൈൽസ്, അങ്ങനത്തെ ഉള്ള എനിമൽസിനാണ് പിന്നെ കണ്ടിട്ടുള്ളത്. A number of movements have tried to protect the forest cover of India. Of these, the Chipko movement, which took place in the 1970, was of most famous. A group of villagers from the Renni village of Uttarakhand clung to the trees, preventing woodcutters from cutting them down. The movement was successful and spread to many parts of the country. ഫോറസ്റ്റ് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മൂവ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ്. അത് 1970s ഉണ്ടായിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് ഉത്തരാഖണ്ഡിലെ റെന്നി വില്ലേജിൽ നിന്ന് ഈ ട്രീ കട്ട് ചെയ്യുന്ന സമയത്ത് ട്രീയുടെ അടുത്ത് വന്നിട്ട് ഒരു കൂട്ടമായിട്ട് നിന്നിട്ട് ദേ ക്ലങ് ടു ദ ട്രീസ്. ഈ മൂവ്മെൻറ്റ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പിന്നീട് ഇത് പല രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും നീങ്ങി തുടങ്ങി ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ചിപ്കോ മൂവ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ 1970. എവിടെയായിരുന്നു നടന്നത്? റെനി വില്ലേജ് ഓഫ് ഉത്തരാഖണ്ഡ്. എങ്ങനെയാണ് ചെയ്തത്? ദേ ക്ലൈംബ് ടു ദ ട്രീസ്, preventing woodcutters from cutting them down. Next is wildlife in India. The wildlife in India includes a large number of birds, animals and insects. The Royal Bengal tiger, our national animal, lives in the suburbans. The one-horned rhinoceros found in the Kaziranga National Park is a protected animal. Rhinos, elephants, hippos and deer are also found in many forests in the northeastern states. Deciduous forests provide shelter to animals such as the leopard, boar, bear and the wild buffalo. Camels and desert cats are found in thorn forests. Asiatic lions are found in the Gir forest of Gujarat. However, due to the large scale deforestation, these animals are losing their natural homes. Hence, it is important for us to conserve both the forest as well as its wildlife.
നമുക്ക് ഇന്ത്യയിലത്തെ വൈൽഡ് ലൈഫ് എനിമൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറേ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള എനിമൽ ഒരെണ്ണമാണ് റോയൽ ബംഗാൾ ടൈഗർ. അത് എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്? സുന്ദർബൻ ഡെസേർട്ടിലാണ് അത് സുന്ദർബൻ ഫോറസ്റ്റിലാണ് അത് കാണപ്പെടുന്നത്. പിന്നെ വൺ ഓൺഡ് റൈനോസേഴ്സ്, അത് കാസിരംഗ നാഷണൽ പാർക്കിലെ ഒരു പ്രൊട്ടക്റ്റഡ് എനിമലായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് റൈനോസ്, എലിഫൻസ്, ഹിപ്പോസ്. ഇതൊക്കെ കൂടുതലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ കാണപ്പെടുന്ന എനിമൽസാണ്. ഡെസിഡസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന എനിമൽസാണ് ലിപ്പാർഡ്, ബോർ, ബീർ, ബഫലോ, അങ്ങനത്തെ എനിമൽസ്. പിന്നെ ഗിർ ഫോറസ്റ്റിൽ കാണുന്ന ഇതാണ് ഏഷ്യാറ്റിക് ലയൺ. ലാർജ് സ്കെയിൽ ഡീഫോറസ്ട്രേഷൻ കാരണം പല എനിമൽസിനും അതിൻ്റെ നാച്ചുറൽ ഹോംസ് നഷ്ടമാവുന്നുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽഡ് ലൈഫ് എന്നുള്ള ഒരു ആശയം, അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറയുന്ന ഒരു ആശയം വന്നിട്ടുള്ളത്. ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഏരിയാസ്. ഫോറസ്റ്റ് ഏരിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം ഇറക്കി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980. Its natural vegetation and animal species in the country. It was brought by the Indian government to control deforestation. It aims to stop the use of forest land for non-forest uses. ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് യൂസിനെ നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് നിയമമുള്ളത്. അതായത് ഫോറസ്റ്റിൻ്റെ മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല. A national park is a large area of land which is protected by the government because of its natural beauty, plants, animals, which the public can usually visit. നമ്മൾ പലപ്പോഴും പല നാഷണൽ പാർക്കുകളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി, അതുപോലെ അതിലത്തെ പ്ലാന്റ്സിനെ, അതിലത്തെ എനിമൽസിനെ ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിസിറ്റേഴ്സിനെ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ എനിമൽസിനെ ഒന്ന് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നാശാക്കാനോ പ്ലാന്റ്സിൽ നിന്ന് ഫ്ലവേഴ്സ് പറിക്കാനോ ഒന്നും സമ്മതിക്കില്ല. എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ആൻ ഏരിയ വേർ വൈൽഡ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്. വൈൽഡ് എനിമൽസും പ്ലാന്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇൻ ഓർഡർ ടു കൺട്രോൾ പോച്ചിങ്, the government has declared many areas as wildlife sanctuaries, bird sanctuaries and national parks. പോച്ചിങ് എന്ന് പറഞ്ഞാൽ അനധികൃതമായ വേട്ട, അതായത് മൃഗങ്ങളെ കാട്ടിൽ കയറി കൊല്ലുന്നതിനൊക്കെയാണ് പോച്ചിങ് എന്ന് പറയുന്നത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് ഈ എനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ പോച്ചിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ഫോറസ്റ്റുകളിലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കിയത്. അതുപോലെ ബേർഡ് സാങ്ച്വറി, പിന്നെ പുതിയ നാഷണൽ പാർക്ക്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ് നാഷണൽ പാർക്കിൻ്റെ ലൊക്കേഷനൊക്കെ. നാഷണൽ പാർക്ക്, ബേർഡ് സാങ്ച്വറീസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ അത് നോക്കുക. സോ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. Keep studying. Okay, thank you.